മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആ ഒരു ചാപ്റ്ററിൽ മക്കൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ആർ ദ മെഗലിത്തിക് മോണമെന്റ്സ്? വേർ ഡു യു ഫൈൻഡ് മെഗലിത്തിക് മോണമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ? മഹാശിലാ സ്മാരകങ്ങള് എന്തൊക്കെയാണ്? ദക്ഷിണേന്ത്യയിൽ മഹാശിലാ സ്മാരകങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. മക്കളെ എന്തായിരുന്നു ഈ മെഗലിത്തിക് മോണമെന്റ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം എന്താ, കരിങ്കല്ലിലും ചെങ്കല്ലിലും ഒക്കെ നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ, ഇതൊക്കെയാണ് എന്ത് മക്കളെ മെഗലിത്തിക് മോണമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ, മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. കുടക്കല്ല്, തൊപ്പിക്കല്ല് അല്ലെ, കുടക്കല്ല് എന്ന് പറയുമ്പോൾ കുട പോലെ ഇരിക്കുന്നവരാണ്, തൊപ്പിക്കല്ല് എന്ന് പറയുമ്പോൾ തൊപ്പി പോലെ ഉള്ളതാണ് തൊപ്പിക്കല്ല്, അതുപോലെ ഗുഹ പോലെ ഉള്ളതാണ് മുനിയറാസ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയോ? നമ്മുടെ ഗ്രാനൈറ്റും ലാറ്ററൈറ്റും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ എഴുതണം. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതൊക്കെ എന്താണ് മെഗലിത്തിക് മോണമെന്റ്സ് ആണ് കേട്ടോ. അതുപോലെ എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എവിടെയൊക്കെയാണ്? യെസ് മിസ്, അതൊരു കോഡ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇതാ എന്താണ്? യെസ്, ചേരേ കണ്ടു, അതിനെയോ കുപ്പത്തൊട്ടിയിൽ വെച്ചിട്ട് കൊന്നിട്ട് മറവ് ചെയ്തു അല്ലെ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? യെസ്, ചേരേ കണ്ടു, അങ്ങനെയല്ലായിരുന്നു നമ്മൾ പഠിച്ചത്. ചേരേ കണ്ടു, കുപ്പത്തൊട്ടിയിൽ അല്ലെ. അപ്പൊ ചേരയെ കണ്ടു എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താണ് പഠിച്ചത്? യെസ്, ചേർമനങ്ങാട് അല്ലെ. ചേരയെ കണ്ടു, കുപ്പത്തൊട്ടിയിൽ. അപ്പൊ കുപ്പത്തൊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കുപ്പക്കൊല്ലി പഠിക്കുക അല്ലെ, കുപ്പക്കൊല്ലി പഠിക്കുക. അതുപോലെ എന്താണ്? മാങ്ങാമരത്തിന്റെ അടിയിൽ മങ്ങാട് അല്ലെ, മാങ്ങാമരത്തിന്റെ അടിയിൽ മറവ് ചെയ്തു, മറയൂർ. ഇതൊക്കെയായിരുന്നു കേരളത്തിലെ എന്താണ് പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ അല്ലെ. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്കിയുള്ളതും കൂടി വരും അല്ലെ. കർണാടകയിലെ ബ്രഹ്മഗിരിയും, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂര് അല്ലെ, ആന്ധ്രയിലെ എന്താണ്? നാഗാർജുനകുണ്ട്. ഇതൊക്കെ എന്താണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു കോഡ് നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. യെസ്, ചേരയെ കണ്ടു, കുപ്പത്തൊട്ടിയില്, എന്നിട്ടോ മാങ്ങാമരത്തിന്റെ അടിയിൽ മറവ് ചെയ്തു അല്ലെ. ആ ഒരു കോഡ് വെച്ചിട്ട് 4 പഠിക്കാം. ബാക്കി എന്താണ്? യെസ്, ബാക്കി നമുക്കറിയാം. ഏതായിരുന്നുടാ? ആന്ധ്രയിലെ എന്താണ്? നാഗാർജുനകൊണ്ട, കർണാടകയിലെ ബ്രഹ്മഗിരി, അതുപോലെ ആദിച്ചനല്ലൂർ അല്ലെ, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ. ഇതൊക്കെ എന്താണ്? യെസ്, മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് സംഘം വർക്ക്? ഹൂ ആർ സംഘം? മക്കളെ എന്താണ് ഈ സംഘം, അല്ലെങ്കിൽ ആരാണ് സംഘം? എന്താണ് ഈ സംഘം കൃതികൾ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ ആരായിരുന്നു സംഘം എന്ന് പറഞ്ഞാൽ? മധുരൈ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു ആരടാ? സംഘം എന്ന് പറയുന്നത് അല്ലെ. ഈ സംഘം എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന സിംഗേഴ്സിനൊക്കെ സോങ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. അതായിരുന്നു പിന്നീട് സംഘം കൃതികൾ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സംഘം വർക്ക് എന്ന് പറഞ്ഞാൽ? മധുരം. അത് ആദ്യം നമ്മൾ സംഘം ആരാണെന്ന് പഠിക്കുക അല്ലെ. സംഘം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സംഘ സാഹിത്യ കൃതികൾ അറിഞ്ഞോടെ നമ്മുടെ പഴന്തമി പാട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു സമാഹാരമാണ് അല്ലെ ഈ ഒരു സംഘം കൃതികൾ എന്ന് പറഞ്ഞാൽ. ഇതിലാണ് നമുക്ക് എന്താണ് പ്രാചീന തമിഴകത്തെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആദ്യം എന്താണ്? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘം. were the groups of Tamil poets centered around Madurai. ഓക്കെ, അതായത് എന്താണ്? ഈ സംഘങ്ങൾ അന്നത്തെ അവിടുത്തെ ഗായകരുടെ ഒക്കെ സോങ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ടോ സോങ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ അല്ലെങ്കിൽ സംഘം വർക്ക് എന്ന് വിളിച്ചു. ആ ഒരു കാലഘട്ടത്തെയായിരുന്നു സംഘകാലം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് സംഘം കൃതികളും, അതാണ് എന്ത് സംഘം. ആരാണ് സംഘം, എന്താണ് സംഘം കൃതികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് എക്സ്പ്ലെയിൻ സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ സംഘം ഏജ്. ഓക്കെ, സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത് കേട്ടോ. ഓക്കെ, there existed a social division based on occupation. അന്നത്തെ കാലത്ത് സംഘകാലത്ത് എന്തായിരുന്നു? തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനമൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. there were no social discrimination, അഥവാ സാമൂഹികമായ വേർതിരിവുകൾ. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സോഷ്യൽ ലൈഫ് പറയുകയാണെങ്കിൽ സംഘകാലത്ത് എന്താണ്? അവിടെ യാതൊരു തരത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ തന്നെ ഇല്ലായിരുന്നു. ജെൻഡർ ഈക്വാലിറ്റി എക്സിസ്റ്റഡ് ആയിരുന്നു. അതായത് സ്ത്രീ പുരുഷ സമത്വം ഒരുപോലെ ആയിരുന്നു അല്ലെ.
സമത്വം അല്ല, സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു നമുക്ക് പറയാം. അതായിരുന്നു നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ. എക്കണോമിക് ലൈഫ് അവർക്ക് എങ്ങനെയാണ്, എക്കണോമിക്കലി അവരെങ്ങനെയാണ് മുന്നോട്ട് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്, അഗ്രികൾച്ചർ തന്നെയാണ് കേട്ടോ. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ്, അതായത് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ഉപജീവന മാർഗം. അതിന്റെ കൂട്ടി അവരെന്താണ്, കാറ്റിൽ റെയറിങ്, കന്നുകാലികളെ വളർത്തുക, ഫിഷിംഗ് ഉണ്ടായിരുന്നു, അതേപോലെ എന്താണ്, അതേപോലെ ഹണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു, വേട്ടയാടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ഉപജീവന മാർഗം അല്ലെങ്കിൽ എക്കണോമിക് ലൈഫിൽ വരുന്നതാണ്. അതുപോലെ ഇവർക്ക് എന്താണ്, റിലേഷൻ, അതായത് ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്, ഓക്കെ, വിദേശീയരുമായിട്ട് എന്താണ്, വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം, ട്രേഡ് റിലേഷൻ ഒക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് നമ്മളെ വിദേശികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുരുമുളക്, സ്പൈസസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ അവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയോ, സ്വർണം, വെള്ളി, ചെമ്പ്, ഇതൊക്കെയായിരുന്നു കേട്ടോ. അതായത് കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇതൊക്കെയായിരുന്നു അവർ മെയിൻ ആയിട്ട് എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങോട്ടേക്ക് സ്പൈസസ് ആണ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എക്കണോമിക് ലൈഫ് ചോദിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് ഉണ്ടായിരുന്നു, അതുപോലെ കാറ്റിൽ റിയറിംഗ് ഉണ്ടായിരുന്നു, ഹണ്ടിങ് ഉണ്ടായിരുന്നു, ഗ്യാതറിംഗ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എന്താണ് എക്കണോമിക് ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ ഹൂ വർ പെരുമാൾസ്, ആരായിരുന്നു ഈ പെരുമാക്കൾ, ഹൂ വർ പെരുമാൾസ്, നമുക്കറിയാം ആരാ, മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ആരാടാ, യെസ്, രാജാക്കന്മാർ, റൂളേഴ്സ് ആയിരുന്നു അല്ലെ. അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, പെരുമാൾസ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ് വിത്ത് ഇറ്റ്സ് സെന്റർ അറ്റ് മഹോദയപുരം നിയർ പ്രസന്റ് ഡേ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ദ പെരുമാൾസ് കെയിം ടു നോൺ ആസ് ലേറ്റർ ചേരാസ്, അതായത് പിൽക്കാല ചേരർ എന്നാണ് പെരുമാൾസ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മാത്രമല്ല ചേരന്മാൻ എന്നും കുലശേഖരൻ എന്നും പെരുമാൾസ് എന്നൊക്കെയാണ് ഇവർ മൊത്തത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയ ഭൂപടം നിങ്ങളോട് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ എന്താണ്, യെസ്, നാട്, പെരുമാൾ രാജ്യം ഭരിച്ചിരുന്നത് പെരുമാളായിരുന്നു അല്ലെ. നാടുകൾ ഭരിച്ചിരുന്നത് ആരാണ്, നാടുവാഴികളാണ്. ഓക്കെ, അതാ മിസ് പറഞ്ഞു തന്നല്ലേ, നാടുവാഴിയായിരുന്നു. ദേശം ഭരിച്ചിരുന്നത് ദേശവാഴി അല്ലെ, ദേശവാഴികളായിരുന്നു. അതുപോലെ കര ഭരിച്ചിരുന്നത് പഞ്ചായത്തായിരുന്നു. ഓക്കെ, നാട് ഭരിച്ചിരുന്നത് നാടുവാഴീസ്. ഓക്കെ, അതുപോലെ ദേശവാഴീസ് ആണ് എന്ത്, ദേശവാഴീസ് ആണ് എന്ത്, നമ്മുടെ ദേശം ഭരിച്ചിരുന്നത് പഞ്ചായത്ത് ആയിരുന്നു, കര ഭരിച്ചിരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അത് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അതുപോലെ മക്കളെ നിങ്ങൾ പെരുമാൾസ്, അതായത് പെരുമാൾസ് മിസ് പറഞ്ഞില്ലായിരുന്നു അത് എങ്ങനെയാണെന്നുള്ളത്. പെരുമാൾസ് അന്നത്തെ കാലത്ത് എന്താണ്, അവരുടെ സാമ്രാജ്യം ഡിവൈഡ് ചെയ്ത് എന്താക്കി മാറ്റി എന്നാ പറയുന്നത്, നാടുകളാക്കി മാറ്റി. ഈ നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴീസാ. ഈ നാടിനെ വീണ്ടും എന്താണ് ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്താണ് അവര് ദേശങ്ങളാക്കി മാറ്റി, ദേശങ്ങളെ എന്ത് ചെയ്തു, കരകളാക്കി മാറ്റി. അങ്ങനെയായിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അതുപോലെ ഡ്യൂറിംഗ് ദ പെരുമാൾ റൂൾ ദ കിങ്ഡം വാസ് ഡിവൈഡ് into various nados ആയിട്ട് ഡിവൈഡ് ചെയ്തു. The nados were the further divided by to ദേശം and ദേശം into karas അല്ലെ. അതായത് നാഡോസിനെ വീണ്ടും അത് പറഞ്ഞില്ലേ ദേശങ്ങളാക്കി മാറ്റി, ദേശം വീണ്ടും എന്താണ് കരകളാക്കി മാറ്റി. നാട് ഭരിച്ചിരുന്നത് നാടുവാഴീസ് ആണ്. ദേശം ഭരിച്ചിരുന്നത് ദേശവാഴീസ് ആയിരുന്നു. അതുപോലെ മക്കളെ ദേശവാഴീസ് ആയിരുന്നു എന്താ, ദേശക്കൂട്ടൊക്കെ. അതുപോലെ പഞ്ചായത്തായിരുന്നു കര അല്ലെ, കരഭാഗം, ആ ഒരു കര ആരായിരുന്നു ഭരിച്ചിരുന്നത്, പഞ്ചായത്തായിരുന്നു. അപ്പൊ അത് ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.